ഹലോ എവരിവൺ, വളരെ സിമ്പിളായിട്ടും ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കേക്ക് ഡെക്കറേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കേക്ക് ഡെക്കറേഷനിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു സിലിക്കൺ ബ്രഷാണ്. നന്നായി ഐസിങ് ചെയ്ത ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് ഇത്. ഇതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് കേക്കിൻ്റെ മുകളിലായിട്ട് ഇതേപോലത്തെ ഒരു പാറ്റേൺ ആക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സിലിക്കൺ ബ്രഷ് ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുത്ത് ടേണിംഗ് ടേബിൾ ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ തന്നെ നമുക്ക് നല്ല ഒരു റൗണ്ട് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആയിരിക്കും കിട്ടുന്നത്. ഇനി നമുക്ക് സൈഡിലും ഇതേപോലത്തെ ഒരു പാറ്റേൺ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തന്നെ ഒന്ന് സ്വൈപ്പ് ചെയ്താൽ തന്നെ നല്ലൊരു ഡിസൈനായി കിട്ടും. എന്നാൽ നമുക്ക് ഈ ഒരു കേക്കിനൊരു കളർഫുൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു 3 കളറിലുള്ള ഒരു വിപ്പിംഗ് ക്രീം സ്റ്റാർ നോസിലിട്ട് പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഗ്രീനും യെല്ലോ പിങ്ക് അങ്ങനെ 3 കളറാണ് സ്റ്റാർ നോസിലിട്ട പൈപ്പിംഗ് ബാഗിലാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് ആദ്യം ഒരു ഡ്രോപ്പ് ഗ്രീൻ കളറ് നമ്മുടെ സിലിക്കൺ ബ്രഷിൻ്റെ മേലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ കേക്കിൻ്റെ ബോർഡിൻ്റെ മുകളിൽ നിന്നും ജസ്റ്റ് ഇതേപോലെ ഒന്ന് സ്വൈപ്പ് ചെയ്തെടുത്താൽ നമുക്ക് സൈഡിലും നല്ലൊരു കളർഫുൾ ആയിട്ടുള്ള ഡെക്കറേഷൻ ആയിരിക്കും കിട്ടുന്നത്. 3 കളേഴ്സും ഒരു പേസ്റ്റൽ കളേഴ്സ് ആയതുകൊണ്ട് ജസ്റ്റ് ഒരു ലൈറ്റ് ഷെയ്ഡിലായിരിക്കും കേക്ക് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്തതായിട്ട് പിങ്കും യെല്ലോവും അങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള കളേഴ്സ് നമ്മൾ ഈ ഒരു കേക്കിൻ്റെ സൈഡ് ചുറ്റും ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 3 കളേഴ്സിൻ്റെയും ഒരു കളർ ഇഫക്റ്റിൽ നമ്മുടെ കേക്ക് സൈഡ് മൊത്തം ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രീനും യെല്ലോവും പിങ്കിൻ്റെ കളർ കോമ്പിനേഷനിലായിട്ട് ഇതേ ഒരു സിലിക്കൺ ബ്രഷിൻ്റെ പാറ്റേണിലായിട്ടാണ് കേക്കിൻ്റെ സൈഡ് മൊത്തം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്നതിനേക്കാൾ കൂടുതൽ അട്രാക്റ്റീവായിട്ടും ഭംഗിയായിട്ട് നമുക്കിങ്ങനെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് കേക്കിൻ്റെ ടോപ്പാണ്. അപ്പോൾ ഈ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെയിം നോസിലും സെയിം വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്തിട്ടാണ് കേക്കിൻ്റെ മുകൾ ഭാഗത്തും ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ സൈഡ് ഭാഗം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള ഒരു മൈന്യൂട്ടായിട്ടുള്ളൊരു ലൈറ്റ് ഷെയ്ഡിലാണ് ഈ ഒരു കേക്ക് വന്നിട്ടുള്ളത്. ഇനി കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. വിൽട്ടൻ്റെ 1M എന്ന സ്റ്റാർ നോസിലും 2D എന്ന സ്റ്റാർ നോസിലാണ് നമ്മൾ ഈ കളേഴ്സിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു റോസറ്റ് പൈപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു നോസിൽസ് യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം യെല്ലോ കളർ കൊണ്ട് 2 റോസറ്റ് ഇങ്ങനെ അടുത്തടുത്തായിട്ടും പിന്നീട് ആ ഗ്യാപ്പിലാണ് മറ്റ് കളേഴ്സ് പൈപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യം യെല്ലോ കളർ വെച്ചിട്ട് ഇതേപോലെ 5 സൈഡിലായിട്ട് ഇങ്ങനെ റോസറ്റ് പൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് അടുത്ത കളറായിട്ടുള്ളൊരു പിങ്കാണ് എടുത്തിട്ടുള്ളത്. തൊട്ടടുത്തായിട്ട് തന്നെ ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ഒരു ഫ്ലവറാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ യെല്ലോയുടെ തൊട്ടടുത്തായിട്ട് തന്നെ പിങ്ക് ഫ്ലവറും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ടുള്ള കളറും എടുക്കാം. ഇതും സെയിം നോസിൽ തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതൊരു ഡ്രോപ്പ് ഗ്രീനും ഒരു ഡ്രോപ്പ് ബ്ലൂവും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിങ്കിൻ്റെയും യെല്ലോയുടെയും ഗ്യാപ്പിലായിട്ടൊരു കറക്റ്റ് ഒരു റോസറ്റ് കൂടെ പൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കേക്ക് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് വൈറ്റ് സ്പ്രിങ്കിൾസും കൂടെ ഈ ഒരു റോസസിൻ്റെ മേലെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കേക്ക് ടോപ്പറും പേരും വെച്ച് കൊടുത്ത് നമുക്ക് ഈ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്. തുടക്കക്കാർക്ക് പോലും വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. നമുക്ക് കളറൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ നമ്മുടെ കേക്ക് ടോപ്പർ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ആ കുത്തി വെക്കുന്ന ഭാഗം ഒന്ന് ജസ്റ്റ് ഒടിച്ചു കൊടുത്ത് കേക്കിൻ്റെ മേലെ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ലുക്കാണ്. നമ്മുടെ കേക്കിൻ്റെ ലുക്ക് തന്നെ മാറിക്കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. കേക്കിൻ്റെ മേലെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി വിപ്പിംഗ് ക്രീമും പൈപ്പിംഗ് ജെല്ലും യൂസ് ചെയ്തിട്ട് കുട്ടിയുടെ പേരും കൂടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുത്ത ഈ ഒരു കേക്ക് ഡെക്കറേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.